റസൂലുള്ള പറയുന്നു, സ്വഹാബാ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്തവരോ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്തവനാട്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനാട്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള്, നിനക്ക് നല്ല മരണമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ ഇന്ന് വൃദ്ധസദനങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണ്. മാതാപിതാക്കളെ തല്ലുന്ന മക്കളുടെ കാലവാ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുടെ കാലവാ. പടച്ചവരെ ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് വഴിയോരത്ത് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന മക്കളുടെ കാലവാ. എന്റെ പ്രിയമുള്ളവര്, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ, അവന്റെ മരണസമയം മോശമാണ്. പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, 3 പാപങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 പാപം ചെയ്താ, 3 തെറ്റുകൾ ചെയ്താ ഈ ദുനിയാവിൽ വെച്ച് തന്നെ, മരണത്തിന്റെ സമയത്തല്ല, ഖബറിന്റെ അകത്തല്ല, പരലോകത്തല്ല, സിറാത്തിലല്ല, പടച്ചവന്റെ നരകത്തിലല്ലോ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് നിനക്ക് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ആരാ 1ാമത്തെ വിഭാഗമാരെന്നറിയോ? ഉമ്മാനെ വേദനിപ്പിച്ചവരാ, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കള്, നീ മരിക്കുന്നതിന് മുമ്പേ റബ്ബ് നിനക്ക് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും പള്ളി കെട്ടി കൊടുത്താലും വഅദ് പറയുന്നവനാണെങ്കിലും ഇമാമാണെങ്കിലും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാണോ അവന് നല്ല മരണമില്ലോ, അവന് നല്ല മരണമില്ലോ. പടച്ചവരേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അൽഖമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ് അൽഖമ. ആ അൽഖമ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സഹാബികൾ അടുത്ത് ചെന്ന് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽഖമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. ഷഹാദത്ത് കലിമ പറയണമെന്നല്ലോ അന്റെ റസൂലിന്റെ സ്വഹാബിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിസ്കരിച്ച, ഖുർആൻ ഓതിയ, സ്വലാത്ത് പറഞ്ഞ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയുന്നില്ല. പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബത്ത് കടന്നു വന്നു, യാ റസൂലല്ലാഹ്, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ, നാവ് പൊങ്ങുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? ഒന്നാമത് ചോദിച്ച ചോദ്യമതാ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയേ, വിളിച്ചു കൊണ്ടുവാ സഹാബാ. സഹാബികൾ അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമ്മാ, നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് എങ്ങനെയാണുമ്മാ? അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് അൽഖമാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ, അവന് എന്നെ ജീവനായിരുന്നു നബിയേ, എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ അവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി നബിയേ, എന്നെക്കാളും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാണ് നബിയേ. അല്ലാഹുവേ, തല്ലിയ മകന്റെ കഥയെല്ലാം
തല്ലിയ മകന്റെ കഥയല്ല, അടിച്ചിറക്കിയ മകന്റെ കഥയല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി അൽഖമ റളിയല്ലാഹു തആല അൻഹു ഉമ്മ പറയുന്നു, എന്നോട് അവന് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. അത് ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു, അത് ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു. അള്ളാന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അതെന്റെ മനസ്സിൽ വേദനയുണ്ടാക്കി നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ പൊന്നുമോനും മരണസമയത്ത് കിടക്കുകയാ, അവൻ സക്കറാത്തിന്റെ അവസ്ഥയിലോ. നിങ്ങൾ പൊരുത്തം കൊടുത്താലേ അവന് ഷഹാദത്ത് കലിമ പറയാൻ കഴിയൂ. നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുവോ ഉമ്മ? ആ ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, എനിക്കത് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയില്ലോ. അവനെ ഞാൻ വല്ലാതെ സ്നേഹിച്ചതാ നബിയേ, പൊരുത്തപ്പെടൂല എന്ന് ഉമ്മ പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബാ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവര് ജീവനോടെ കത്തിച്ച് കള സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ ഉമ്മ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മോനെ കത്തിക്കല്ല നബിയേ, അവൻ എന്ത് ചെയ്താലും എന്റെ മകനാണല്ലോ നബിയേ, ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. പറഞ്ഞു തീരേണ്ട താമസം അൽഖമ റളിയല്ലാഹു തആല അൻഹു തന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ലോകത്തോട് യാത്രയായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, പലപ്പോഴും ഉമ്മാനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മാടെ മുന്നിൽ കയർത്തിട്ടുണ്ടല്ലോ. ഉമ്മയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാനും നിങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണ് നിറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നീ രക്ഷപ്പെടൂല, നിനക്ക് നല്ല മരണം കിട്ടൂല, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗമില്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയോ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നമുക്ക് രക്ഷയില്ലല്ലോ. അവരല്ലേ നമ്മളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാണ് നബിയേ? നിന്റെ ഉമ്മയോടാണ് മോനെ. രണ്ടാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്. മൂന്നാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്. നാലാമതാരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. മൂന്ന് പ്രാവശ്യവും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മ. കാരണം ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഗർഭം ചുമന്നത് ഉമ്മയാണ്. അല്ലാഹ്, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഒന്ന് കിടന്നുറങ്ങാൻ കഴിയില്ലോ, ആരോടും പരാതി പറയാതെ 9.5 മാസം ചുമന്നുകൊണ്ട് നടന്നത് നമ്മുടെ പെറ്റുമ്മയാ. മോനെ, മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചത് ഉമ്മയാ, നിനക്ക് പാല് തന്ന് വളർത്തിയത് ഉമ്മയാ. അതുകൊണ്ട് നിന്റെ ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ കടമ. വാപ്പയ്ക്ക് വിലയില്ല എന്നല്ല, വാപ്പയ്ക്ക് മഹത്വമില്ല എന്നല്ല, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹു നമുക്ക്
ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുന്നേക്ക്, ബിസ്മില്ലാ, പെട്ടെന്ന് എഴുന്നേക്ക്, ബാ എടുത്തേക്ക് വാ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വാ, ജൽദി കഴിഞ്ഞു, ദുആ ചെയ്യാൻ പോ, പെട്ടെന്ന് വാ എല്ലാവരും ഇങ്ങോട്ട് വാ ഇൻഷാ അല്ലാഹ്. പറയാ വാപ്പ നിങ്ങൾ വരും, പെട്ടെന്ന് വാ ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് വാ, ഇങ്ങ് ഇറങ്ങിക്കോ, അർശിന്റെ മുകളിൽ നിന്ന് എല്ലാവരും ഇറങ്ങും ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് വാ, ഓടേണ്ടവരോട് വരേണ്ടവര് വാ, ഓടേണ്ടവരതാ വഴി പൊക്കോളി, ബിസ്മില്ലാ. പുറത്തു നിൽക്കുന്ന സഹോദരങ്ങളോട് ഒന്നീ സ്വർഗത്തിൽ കയറി വാ, അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് നിന്റെ കൂര പിടിച്ചോ, പെട്ടെന്ന് പൊക്കോ. നീ വെളിയിൽ നിന്നിട്ട് ആമീൻ പറയണ്ട, ഒന്നീ സ്വർഗത്തിൽ കയറി. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കുക, രണ്ടും പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. ഇങ്ങോട്ട് വാ ഇൻഷാ അല്ലാഹ്. പുറത്തു നിൽക്കുന്നവരോട് ഒന്നീ നിങ്ങൾ സ്വർഗത്തിൽ കയറുക, അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയാൽ മതി, എനിക്ക് കാണണ്ട നിങ്ങളെ, മാറുന്നില്ലേ, അത്രയും ഒരു കരുണയെങ്കിലും കാണിക്കുക. കാരണം നിന്റെ ആമീൻ അല്ലാഹ്ക്ക് വേണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇത്രയും നല്ല ഒരു സദസ്സ്, 40 പേര് ഒരു സദസ്സിലുണ്ടെങ്കിൽ അവിടെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന, 40 പേരുണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാ സദസ്സിലുണ്ടെന്ന. ഇവിടെ 40 അല്ല, അതിനെക്കാളും ഉണ്ട്. ഇത്രയും നല്ല ഒരു സദസ്സ് കണ്ടിട്ട് നിനക്ക് ഇതിനകത്ത് കയറി ആമീൻ പറയാൻ മനസ്സില്ലെങ്കിൽ നീ വെളിയിൽ നിന്ന് പറയണ്ട. അതിന് അഹങ്കാരം എന്നാ പറയുന്നത്. അഹങ്കരിച്ചോമാരും ഇന്ന് വരെ നന്നായിട്ടില്ല. ചുമ്മാ ഭാര്യ മക്കളെ യതീമാക്കി കളയരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇട്ട് കയറല്ലേ, പൊക്കോളി, ബിസ്മില്ലാ. 2 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു ഇട്ട് വാപ്പ, താഴെ ഇറങ്ങ വാപ്പ, എല്ലാരും താഴെ ഇറങ്ങി ഇങ്ങോട്ട് എടുത്തോളി ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളൊക്കെ എഴുന്നേക്കെ, ബിസ്മില്ലാ, എല്ലാവരും എഴുന്നേറ്റ്, ഇനി ആരും ഇരിക്കരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഈ ദുനിയാവി വെച്ച് തന്നെ അള്ളാഹു കൊടുക്കും ശിക്ഷ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ 3 പാപങ്ങളിൽ ഒരു പാപം, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ. തല്ലണ്ട, മാനെ കഴുത്തിന് പിടിക്കണ്ട, കൂമ്പിടിച്ചു വാട്ടൊന്നും വേണ്ട, അമ്മായി പട്ടിണി കിടണ്ട. നിന്റെ ഒരു വാക്കുകൊണ്ട് നിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടൂല. അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ചവൻ അള്ളാഹു നല്ല മരണം കൊടുക്കൂല. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2, ഞാൻ വിശദീകരിക്കുന്നില്ല, ഇങ്ങോട്ട് അടുത്ത് നിൽക്കുക, നിങ്ങളൊക്കെ എനിക്ക് കാണാൻ വേണ്ടി. ഇങ്ങോട്ട് കേറിക്കോ. അൽഹംദുലില്ലാഹ്. 2, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എടാ നീ ഒരുപാട് കാലം ഈ ദുനിയാവിൽ കൂടെ നെളിഞ്ഞു നടക്കൂല, നിനക്ക് പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ച ഒരുത്തനും ഒരുപാട് കാലം ജീവിച്ചിട്ടില്ല. അവന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ സഹോദരിമാരോട് പറയുന്നു, നിന്റെ ഭർത്താവ് മാപ്പായും ഉമ്മായുമായിട്ട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നീ ആ മനുഷ്യന്റെ കാല് പിടിച്ച് കരയണം. ഇക്കാ നിങ്ങൾ വിളിക്ക് നിങ്ങളുടെ ഉമ്മാനെ, ഈ രാത്രി വിളിക്ക്. കാത്തു കിടക്കുക ആ പാപം നിങ്ങളുടെ ഒരു വിളി. ഒന്ന് വിളിക്കുമ്മ, ഒന്ന് വിളിക്ക്. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് കാലിൽ പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിലും നിന്റെ ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിൽ മിണ്ടിപ്പിക്കണം. ഇല്ലെങ്കിൽ നീ വിധവയാകാൻ തയ്യാറായിക്കോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ വിധവയാകാൻ ഒരുങ്ങിക്കോ പെണ്ണെ. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാ, നിനക്കിത്തിരി പണവും ഒരു വീടും കിട്ടിയപ്പോ നിന്റെ പെണ്ണുമ്പിള്ള അവള് പെറ്റ തള്ളയെ മറന്നുപോയവളാ. പല പെണ്ണുങ്ങളും കല്യാണം കഴിഞ്ഞ് ഭർത്താവും മക്കളായ പിന്നെ അവർക്ക് സമയമില്ല ഉമ്മാനെ നോക്കാൻ, വാപ്പാനെ നോക്കാൻ. ഭർത്താവും മക്കളും മതി. അവളുടെ കൂടെ നീ നടക്കരുത്. നീ അവൾക്ക് തിരുത്തി കൊടുത്ത് അവളെ നന്നാക്കിയില്ലെങ്കിൽ നിന്റെ മക്കൾ തീമായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അള്ളാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3, ഉമ്മാനെ തല്ലാൻ കൈപൊക്കിയ മക്കളെ, വാപ്പാനെ ചീത്ത വിളിച്ചവരെ, മാതാപിതാക്കളെ പട്ടിണിക്കിട്ടവരെ, മാതാപിതാക്കൾ പ്രായമുള്ള വാപ്പയും ഉമ്മയും, പ്രായം ചെന്ന നമ്മുടെ മാതാപിതാക്കൾ രോഗികളായിട്ട് വീടിന്റെ അകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ചാൽ നിന്റെ പെണ്ണുമ്പിള്ള പറയും എവിടെങ്കിലും കൊണ്ട് കളയാൻ. വേറെ മക്കളില്ല, അവിടെ കൊണ്ടിട്. നിന്റെ പണക്കാരിയായി നിന്റെ ഭാര്യ പറയുമ്പോ, എടാ നിന്റെ കൊട്ടാരം പോലെ പണിത 2 നില വീടിന്റെ ബെഡ്റൂമിനകത്ത് കിടന്നിട്ട് ഉമ്മയൊന്ന് മൂത്രമൊഴിച്ച കഴുകിയ വൃത്തിയാവില്ലടാ നീയ. നിന്റെ വാപ്പ രോഗിയായിട്ടൊന്ന് കാർക്കിച്ച് തുപ്പിയ അത് തുടച്ചാ പോകില്ലേ? അല്ലാഹു അലം. ഈ അടുത്തൊരു ചെറുപ്പക്കാർ, ഒരാള് രോഗിയായിട്ട് ഗൾഫിൽ ഒരുപാട് കാലം കടന്ന ഒരാള്, അല്ലാഹുവേ, മൂത്രാശയത്തില് ക്യാൻസർ ആയിട്ട് പടച്ചവനെ മൂത്രം ഇങ്ങനെ പൊക്കൊണ്ടിരിക്ക. കാണാൻ ചെന്നപ്പോ പറഞ്ഞു, ഉസ്താദേ എന്റെ മക്കൾ എന്റെ കഴുത്തിൽ പിടിച്ചു ഞെരിക്കുന്നു ഉസ്താദേ, എന്റെ കഴുത്തിൽ പിടിച്ചു കൊല്ലാൻ നോക്കുന്നു അവന്മാര്.
ഞാനൊന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ. അള്ളാഹു ആ പാപത്തിനോട് കരുണ കാണിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, പ്രായം ചെന്ന ആ സാധുക്കൾ, നമുക്കെങ്ങനെ ഉള്ളവനെ അതിൻ്റെ വില അറിയത്തുള്ളൂ, ഇല്ലാത്തവൻ അതിൻ്റെ വില അറിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവർക്കും അറിയാം, നിരീശ്വരവാദികൾക്ക് വരെ അറിയാം ഒരു ദിവസം മരിക്കുമെന്ന്. കാരണം നിന്റെ ഉപ്പാനെ കുളിപ്പിച്ചു വിട്ടത് നീയാടാ മോനെ. നിന്റെ ഉപ്പാനെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് യാത്രയാക്കി വിട്ടത് നീയാ. നിന്റെ ഉമ്മാനെ പറഞ്ഞു വിട്ടത് നീയാ. നിന്റെ കൂടപ്പുറപ്പ്, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര്, എത്രയോ പേരുടെ ജനാസ കൊണ്ട് നീ കബറടക്കിയവനാ. പക്ഷെ നിനക്കങ്ങട്ട് ചിന്ത വരുന്നില്ല, ഞാനൊരു ദിവസം പോകണ്ടവനാ. എന്റെ പ്രിയമുള്ളവര്, എല്ലാവർക്കും മരണമുണ്ടെന്നറിയാം. പക്ഷേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് കാലം ഇവിടെ ജീവിക്കുമെന്ന, കാലാകാലം ഈ ദുനിയാവിൽ ജീവിക്കുന്നവനെ പോലെയാ നമ്മുടെ പ്രവർത്തനവും നമ്മുടെ നടത്തവും. നമ്മുടെ ഓരോ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സ്ഥിരതാമസത്തിന് വന്നവരെ പോലെ. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ടവരോട് ഒരുപാട് കാലം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് കരുതിയിട്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഓരോ മനുഷ്യനും പഠിക്കാറ് നിന്റെ ആയുസിനെ കുറിച്ചുള്ളൊരു കഥ പറഞ്ഞു തരാം. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തന്റെ ശിഷ്യന്മാർക്ക് പാഠമെടുത്തു കൊടുക്കുമ്പോൾ, അവിടുന്ന് ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു മനോഹരമായ ചരിത്രം. ചിന്തിക്കേണ്ടവന്, പഠിക്കേണ്ടവന്, നന്നാകേണ്ടവന് പടച്ചവന് ഈ ഒരൊറ്റ ചരിത്രം മതിയല്ലോ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ശിഷ്യന്മാരോട്, ഒരു മനുഷ്യൻ ഇങ്ങനെ വനാന്തരത്തിലൂടെ സഞ്ചരിക്കുകയാണ്, ഒരു യാത്രക്ക് ഇങ്ങനെ പോവുകയാ. ആ മനുഷ്യൻ ഇങ്ങനെ വനാന്തരത്തിലൂടെ ഒറ്റയ്ക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പടച്ചവനെ ഭയാനകമായ ഒരു സിംഹം ആ മനുഷ്യനെ പിന്തുടരുകയാണ്. എങ്ങോട്ട് ഓടാൻ ശ്രമിച്ചിട്ടും രക്ഷപ്പെടുന്നില്ല. സിംഹം വിടാതെ ആ മനുഷ്യന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാ. അവസാനം ആ മനുഷ്യനെ പേടിച്ച് വിറച്ചുകൊണ്ട് മുന്നോട്ട് ഓടുമ്പോൾ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയാണ്. അതാ ഒരു കുടുംബനത്തില് ഒരു പൊട്ടക്കിണറ്റിലേക്ക് ആ മനുഷ്യൻ വീഴുകയാ. കാല് തെറ്റിയിട്ട് കിണറ്റിലേക്ക് വീഴുമ്പോ രക്ഷപ്പെടുന്നതിന് കയ്യിൽ അതാ ഒരു മരത്തിന്റെ വേര് കിട്ടുകയാണ്. കയ്യിൽ കിട്ടിയതിൽ കയറി പിടിക്കുകയാ. പടച്ചവനെ, ആ മനുഷ്യനതാ പൊട്ടക്കിണറ്റിലേക്ക് വീഴുമ്പോ തനിക്ക് പിടിക്കാൻ ഒരു പിടിവള്ളി പോലെ കിട്ടിയ ഒരു മരത്തിന്റെ ഒരു വേരിൽ ആ മനുഷ്യൻ ഇങ്ങനെ പിടിക്കുകയാണ്. പടച്ചവനെ, താഴേക്ക് നോക്കുമ്പോ ആ കിണറ്റിന്റെ അടിയിൽ ഒരു സർപ്പം ആ മനുഷ്യനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു കുടിക്കകത്തൊരു സർപ്പം ഇങ്ങനെ കാത്തു നിൽക്കുന്നു. മുകളിലേക്ക് നോക്കുമ്പോ സിംഹം ആ മനുഷ്യനെ കാത്തു നിൽക്കുകയാണ്. പടച്ചവനെ, അതാ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു, അതാ താഴെ കാണുന്ന സർപ്പത്തിന്റെ വായിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന സമാധാനത്തോടുകൂടി ആ മനുഷ്യനെ പിടിച്ചു നിൽക്കുന്ന മരത്തിന്റെ പേരിൽ നിന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു വെളുത്ത നിറമുള്ള ഒരു എലി, ഒരു കറുത്ത നിറമുള്ള ഒരു എലി, രണ്ട് എലികളാ മനുഷ്യനെ പിടിച്ചിരിക്കുന്ന മരത്തിന്റെ വേരങ്ങ് തിന്നുകയാണ്. പടച്ചവരെ, ആ മനുഷ്യന്റെ ആയുസ് ആ എലികളെ തിന്നു തീർക്കുന്ന സമയം മാത്രമാ. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് മഹാനവറുകൾ പറയുകയാണ്, മുകളിൽ കാത്തു നിൽക്കുന്നതാരെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. ഓരോ ദിവസവും നമ്മുടെ പുറകെ നടന്നിട്ട് മരണത്തിന്റെ സമയത്തെ കുറിച്ച് പറഞ്ഞു തരികയാണ്. പടച്ചവനെയാവതാ മഹാനവറുകൾ പറയുകയാ, താഴെ കിടക്കുന്നത് ഖബറാണ്. ആ എലികൾ ആരെന്നറിയുമോ? അത് രാവും പകലുമാണ്. ഒരു മനുഷ്യന്റെ ആയുസിന് ഇത്രയേ വിലയുള്ളെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അവിടെന്ന് പ്രവാചകനെ പറഞ്ഞതല്ലേ, നമ്മുടെ ആയുസിന് വല്ലാത്ത വിലയാ. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും നമ്മുടെ ആയുസിനില്ല. നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ടാണ് ജനിച്ചപ്പോഴേ വലത് ചെവിയില് ബാങ്ക് വിളിച്ചത്. കാരണം നിന്റെ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ബാങ്ക് വിളിക്കാൻ സമയമില്ല, ഇഖാമത്ത് കൊടുക്കാൻ സമയമില്ല. കാരണം നീ മരിച്ചാ കാണേണ്ടവരെ കാണിച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്ന് കുടിച്ചിടാനേ സമയമുള്ളൂ. അതുകൊണ്ട് നീ ജനിച്ചപ്പോഴേ നിന്റെ ചെവിയില് ബാങ്ക് വിളിച്ചു, നിന്റെ ചെവിയില് ഇഖാമത്ത് കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മരണവണ്ടി കാത്തു നിൽക്കുന്നവരാ. വീട്ടിലെ
റൂഹിലേക്ക് എപ്പോഴാണ് മയ്യത്ത് കെട്ടിൽ കിടന്നു വരുന്നത്? എപ്പോഴാണ് മയ്യത്ത് കെട്ടിൽ കിടന്നു വരുന്നത്? അത് കാത്തും ഞാനും നിങ്ങളും കാത്തു നിൽക്കുന്നവരാ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ വിലയെന്ന് മഹാന്മാര് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിന്റെ കൂടെ ആളുണ്ടാകും, നിനക്ക് കൂട്ടുകാരുണ്ടാകും, എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ ആളുണ്ടാകും, നീ വലിയവനാണെന്ന് പറയാൻ ആളുണ്ടാകും. പക്ഷത്തിൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് വിജയെന്നറിയുവോ? എപ്പോഴാണ് വിജയിക്കുന്നതെന്നറിയോ? ജീവിച്ചിരിക്കുമ്പോഴല്ല, വാഴ കേൾക്കാൻ ആള് കൂടുമ്പോഴല്ല, പടച്ചവനെ കൂടെ കൂടാൻ കൂട്ടുകാരെ കിട്ടുമ്പോഴല്ല. ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തില് പടച്ചവരെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നിന്റെ കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ, അല്ലാ, ആ തൊണ്ടക്കുടിയിൽ നിന്ന് നിന്റെ റൂഹ് വലിച്ചെടുക്കുന്ന അവസാന സമയമുണ്ടല്ലോ, ആ അവസാന സമയം നിന്നെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ, ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാൻ അറിയുന്ന, നിനക്ക് നല്ലതുപോലെ ഓർമ്മയുള്ള ഈ ഒരു ദിക്റുണ്ടല്ലോ, നിന്റെ അവസാനത്തെ വാക്കായാൽ നീയാണ് യഥാർത്ഥ വിജയെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ സഹോദരിമാര്, അവസാനം നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണേ. ആഖിബത്ത് നന്നാകാൻ, നിന്റെ മരണം നന്നായ, നിന്റെ മരണസമയത്ത് നീ രക്ഷപ്പെട്ട, നീയാണ് യഥാർത്ഥ വിജയെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നല്ല മരണത്തിന്റെ അടയാളമൊന്ന് പറഞ്ഞു തരുവോ നബിയേ? നല്ല മരണത്തിന്റെ അടയാളം എന്താ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ മയ്യത്ത് കാണുമ്പോഴറിയാ, ഏകദേശം ഒരു മനുഷ്യന്റെ ജനാസ കാണുമ്പോ അവന് നല്ല മരണമാണോ മോശമായ മരണമാണോ തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ. ഇനി മുതൽ മരിച്ച വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയമുള്ളവരെ കാണാ, മയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ചില അടയാളങ്ങളുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅദ് പറയാൻ അറിയാനും വഅദ് കേൾക്കാൻ വരാനും ഇതിലൊന്നും വല്ല കാര്യം. ഒരു മനുഷ്യന് ഏറ്റവും വലിയ വിജയിയാകുന്നത് അവന്റെ അവസാനം നന്നാക്കുമ്പോഴാ. അല്ലാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ഹാഫിളാന്ന് പറഞ്ഞിട്ടോ ആലിമാണെന്ന് പറഞ്ഞിട്ടോ പ്രഭാഷകനാണെന്ന് പറഞ്ഞിട്ടോ തഴമ്പുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, 2 ദിവസം മുമ്പ് ഒരു വലിയ പ്രഭാഷകന്റെ മകൻ ആത്മഹത്യ ചെയ്തു പോയി. നിങ്ങളായിരിക്കും ആത്മഹത്യക്ക് വല്ലാതെ വർദ്ധിക്കുന്ന കാലം. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദന്മാർ ഉംറയ്ക്ക് പോയിട്ട് വന്നവർ, ഉംറയ്ക്ക് പോയിട്ട് വന്ന് സുബഹി നിസ്കരിച്ചിട്ട് കയറി തൂങ്ങിയ ഒരു ചെറുപ്പക്കാരൻ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു മകൻ ഫാനി മഗ്രിബ് നിസ്കരിച്ചിട്ട് കസേര എടുത്തിട്ട് ഫാനി കയറി തൂങ്ങി മരിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും തോറ്റുപോകുന്ന സമയം അവിടെ, പരാജയപ്പെട്ടു പോകുന്ന സമയം, ആ സമയമാ പരാജയപ്പെട്ടു പോകുന്നത്. കാരണം എന്തേ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കുന്നത് ഉസ്താദ് എന്നെ കൊണ്ട് പറ്റൂ, ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, എനിക്ക് നല്ല ഓർമ്മയാ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കല്ലേ, എന്നെ കൊണ്ട് പറ്റൂന്നാ നമ്മൾ വിചാരിച്ചിരിക്കണേ. ആരാ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റുമെന്ന്? ഒരു മനുഷ്യന്റെ തടമ്പിലൊന്നുമല്ല കാര്യം. ഒരു മനുഷ്യന്റെ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. ഒരാൾക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉറപ്പിച്ചു പറയാൻ കഴിയുമായിരുന്നെങ്കിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകന്,
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവേ ഈ പ്രപഞ്ചത്തിന്റെ മധ്യഭാഗത്ത് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടി, വിശുദ്ധമായ കഅബാലയം. ആ കഅബാലയം വാപ്പയും മകനും കൂടാണ് പണിതത്. അവസാനം കഅബാലയത്തിന്റെ പണി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ചെയ്ത ഖുർആനിൽ കാണാ, ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ചെയ്ത ദുആ പരിശുദ്ധമായ ഖുർആനിൽ കാണാ. എന്താണ് ദുആ ചെയ്തത്? പടച്ചവരെ ഈ സൽക്കർമ്മത്തിനെ സ്വീകരിക്കണേ അല്ലാ. എന്നിട്ട് പറയുന്നു, നാഥാ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ആരാ? അല്ലാഹുവിന്റെ ഖലീല. ഓരോ വഖത്ത് നിസ്കാരത്തിലും ഇബ്രാഹിമി സലാത്ത് പറയുന്നവരാ. പടച്ചവനെ ആ ഇബ്രാഹിം നബിയാണ് പടച്ചവനോട് ഒരു പള്ളി കെട്ടിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ എന്നെ നീ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ഇബ്രാഹിം നബി കുറപ്പില്ലായിരുന്നു വാപ്പാ, ഇബ്രാഹിം നബി കുറപ്പില്ലായിരുന്നു വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ചവന് ഈജിപ്തിന്റെ ഭരണാധികാരം തന്റെ കയ്യിലേക്ക് കിട്ടുമ്പോ യൂസുഫ് നബി അല്ലാഹുവിനോട് ചെയ്ത ദുആ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തേ ദുആ എന്നറിയുവോ? അല്ലാഹുവേ യൂസുഫ് നബി പടച്ചവനോട് പറയുന്നു, നാഥാ എനിക്ക് സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു, അടിമയായി എനിക്ക് നീ ഈജിപ്തിന്റെ അധികാരം തന്നു. പക്ഷേ യൂസുഫിന് വേണ്ടത് എന്തെന്നറിയുവോ? എന്റെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുവോ? ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നറിയുവോ? തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. യൂസുഫ് നബി ദുആ ചെയ്തത് എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സ്വലാത്ത് പറഞ്ഞുകൊണ്ട് ശരീരം മറച്ചുകൊണ്ട് വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മമാരെ, നിനക്കും അങ്ങനെ ഉറപ്പ് വേണ്ട, നിനക്കും അങ്ങനെ ഉറപ്പ് വേണ്ട. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുകയാണ്. ലോകത്തിന്റെ നേതാവ് സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് എന്തോ പറയുകയാ, വല്ലാതെ കരയുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്താണ് പ്രവാചകന് പറയുന്നതെന്ന് നോക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ, എന്റെ ഹൃദയത്തെ ഈമാനിൽ, എന്റെ ഹൃദയത്തെ ഇസ്ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ദുആ ചെയ്തത് എങ്ങനെയാണ്? ആയിഷ ബീവി ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ? അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? ആയിഷ, നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പട്ടം പോലെയാണ് ആയിഷ. എപ്പോ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും അത് തിരിഞ്ഞു പോകാം. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് മുസ്ലിമായിട്ടാണ്. എന്റെ പ്രിയമുള്ളവര്, ജീവിക്കുന്ന കാലത്തോളം മുസ്ലിമായി ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കാഫിറായി ചത്തുപോയ എത്രയോ പേരുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആനിലും ഹദീസിലും കാണാം. എങ്കിലും മരിക്കുന്ന കാലം വരെ കാഫിറായി ജീവിച്ചിട്ട് അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് പടച്ചവനെ സ്വർഗത്തിന്റെ അവകാശികളെ പോലെ മരണപ്പെട്ട എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വലിയ ഉറപ്പൊന്നും വേണ്ട, പ്രതീക്ഷ വെക്കലല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മോശമായ മരണത്തിന്റെ അടയാളം എന്താണ് നബിയേ? മോശമായ മരണത്തിന്റെ അടയാളം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, മോശമായ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ?
മോശമായ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം അള്ളാന്റെ റസൂല് പറയുകയാ, അവന്റെ നിറമങ്ങു മാറുകയാണ്. കാണാൻ സുന്ദരനായിരുന്നു, വല്ലാത്ത സൗന്ദര്യമുള്ളവളായിരുന്നു. പക്ഷേ മരിച്ചു കിടക്കുമ്പോ മുഖത്ത് നോക്കാൻ പേടിയാ. ഒരേ ഒരു പ്രാവശ്യമേ നോക്കാൻ കഴിയുന്നുള്ളൂ, പിന്നെ നോക്കാൻ പേടിയാണ്. കാരണം മുഖമെല്ലാം കറുത്തു കരിനീലിച്ച് കിടക്കുകയോ. രണ്ടാമത്തെ അടയാളം എന്തേ? പടച്ചവനെ വായിലൂടെ നൊരയും പതയും ഇങ്ങനെ വരികയാണ്. മൂന്നാമത്തെ അടയാളം എന്ത്? മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ, വലിച്ചാണ് അവന് മരണപ്പെടുന്നത്. നാല്, അവൻ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, എങ്ങനെയാ അവന്റെ മുഖം കറുക്കാതിരിക്കുന്നത്? അവൻ എങ്ങനെയാ മലമൂത്ര വിസർജനം നടത്താതിരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ അസ്റായിലിനോട് ചോദിച്ചു, അസ്റായിലേ, നീ എങ്ങനെയാണ് മോശമായ ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, എനിക്കൊന്ന് കാണിച്ചു തരുവോ? അസ്റായിൽ പറഞ്ഞു, ഇല്ല നബിയേ, നിങ്ങൾക്കത് കാണാൻ കഴിയില്ല നബിയേ, നിങ്ങൾക്കത് കാണാൻ കഴിയില്ല നബിയേ. ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് കാണണം അസ്റായിൽ. അവിടെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചവരെ, ആകാശം വരെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയോ. വല്ലാത്ത ദുർഗന്ധമാ, നരകത്തിന്റെ തീപന്തമാ. അതാ അസ്റായിലിന്റെ മുഖത്തുകൂടെ ഇങ്ങനെ തീ കത്തുകയാണ്. കാണേണ്ട താമസം ഇബ്രാഹിം നബി ബോധം കെട്ടി വീഴുകയാ. അവിടെന്ന് ബോധം നഷ്ടപ്പെട്ടു. തിരിച്ചു വന്നപ്പോ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന, അസ്റായിലേ, എന്തിനാ ഖബറിന്റെ ശിക്ഷ? എന്തിനാ നരകത്തിന്റെ ശിക്ഷ? എന്തിനാ മഹ്ശറയുടെ ശിക്ഷ? എന്തിനാ? ഈ ഒരൊറ്റ ഒരു കാഴ്ച മതിയല്ലോ, നിന്നെ കണ്ടാൽ തന്നെ അവൻ നശിച്ചു പോകുമല്ലോ അസ്റായീൽ. പടച്ചവനെ, ഭയാനകമായ ശിക്ഷയാ. അല്ലാഹുവേ, ഇബ്രാഹിം നബിയോട് പടച്ച റബ്ബ് ചോദിച്ചു, ഇബ്രാഹിം, മരണം എങ്ങനെയുണ്ടായിരുന്നു? ഇബ്രാഹിം കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് പറയുകയാ, നാദാ, പടച്ചവനെ, ഒരു നനഞ്ഞ ഒരു വസ്തുവുണ്ടല്ലോ, ഒരു നനഞ്ഞ പന്നി, അതാ മുള്ളിന്റെ കത്തിട്ടിട്ട് വലിച്ചു പറിക്കുന്നത് പോലെ 365 നരമ്പുകള് ഒരുമിച്ച് വലിച്ചെടുക്കുന്ന വേദനയായിരുന്നു. ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് പറയുകയാ, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നു, യാ മൂസാ, മരണം എങ്ങനെയുണ്ടായിരുന്നു മൂസാ? അല്ലാഹുവേ, തിളച്ച എണ്ണക്കകത്ത് ജീവനുള്ള ഒരു കുരുവിയെ ഇട്ട് കരിക്കുന്ന വേദനയായിരുന്നു അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് കരന്നുകൊണ്ട് പറയുമ്പോ ഈ വേദന എങ്ങനെയാ താങ്ങാൻ കഴിയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പടച്ചവരെ, മലക്കുകൾ ഇറങ്ങി വരുന്ന രംഗം കാണുമ്പോ, അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാ കഴിയില്ലല്ലോ. മലക്കിനെ കാണുമ്പോഴേ പിടഞ്ഞു വീഴുകയാ. അല്ലാ, ഭയാനകമായ രൂപത്തില് പടച്ചവനെ അതാ നരകത്തിന്റെ വസ്ത്രം ധരിച്ചു ദുർഗന്ധമടിക്കുന്ന അവസ്ഥയിലെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എടാ നശിച്ചവനെ, എടാ നഷ്ടവാളിയെ, നരകത്തിനെ കൊണ്ടവനോട് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുകയാ. കാണടാ, നിനക്ക് അല്ലാഹു തരുന്ന നരകം കാണടോ. മലക്കുകൾ ഇങ്ങനെ നരകം കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചവനെ അവന്റെ ചാരത്തേക്ക് ഇറങ്ങി വന്നു. റൂഹ് കിടന്നു ഓടുകയാണ്, പിടികൊടുക്കാതെ കിടന്നു ഓടുകയാണ്. ആ സമയത്ത് മലക്കുകൾ പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്.
വാക്ക് മലക്കുകൾ ചുറ്റുഭാഗത്ത് നിന്നിട്ട് പറയുകയാ, ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകുകയാണ്, നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണ്, തല്ലുകയാണ്, അവനെ തല്ലിച്ചതയ്ക്കുകയാ. 70,000 മലക്കുകള് അവന്റെ ശരീരത്തെ തല്ലി തല്ലി അവന്റെ റൂഹിനെ ഇങ്ങനെ പിടിച്ചെടുക്കുകയാ. അല്ലാഹുവേ, എങ്ങനെയാണ് അവനെ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക? പടച്ചവനെ, ഭയാനകമായൊരവസ്ഥയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ചില ആൾക്കാരുണ്ടല്ലോ, 5 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്നവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറാ. നമ്മളെല്ലാവരും അത് പഠിച്ചു വെച്ചിരിക്കുകയാ, എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാണ്. എങ്കിലും മരണസമയത്ത് ആരെങ്കിലും ഈ സദസ്സിലിരിക്കുന്ന 5 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവര് മരിക്കാൻ കിടക്കുമ്പോ ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ അവന്റെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ചിലപ്പോ ഈ സലാത്തിന്റെ മഹത്വം കൊണ്ടായിരിക്കും നീ രക്ഷപ്പെടുന്നത്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന 5 വിഭാഗം ആൾക്കാർക്ക് ഇനി ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താലും അവന്റെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. മരിച്ചു കിടക്കുമ്പോൾ തന്നെ അറിയാം, മുഖം കറുത്തിട്ടുണ്ടാകും. മയ്യത്ത് കുളിപ്പിക്കുന്നവരൊക്കെ പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും മരിച്ച നോക്കണം, മുഖം കറുക്കുക, നിറം മാറുക. മരിക്കുന്ന സമയത്ത് ഈ മൃഗങ്ങൾ അറക്കണ സമയത്ത് കിടന്ന് മുക്കറ ഇടുന്ന പോലെ ഇങ്ങനെ വിളിക്കുക. അല്ലാഹുവേ, വായിലൂടെ പതയും നൊരയിങ്ങനെ വരിക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താലും പറയാൻ കഴിയാത്ത 5 വിഭാഗമുണ്ട്. അവരാരാണെന്ന് പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നല്ല മരണത്തിൻ്റെ അടയാളം എന്താ? നല്ല മരണത്തിനും അടയാളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 5 അടയാളം. അവിടെയും പറഞ്ഞു, 1 നെറ്റിത്തടം വിയർക്കുക, മുക്കിന്റെ ദാരം വികസിക്കുക, മുഖത്ത് പ്രകാശമുണ്ടാവുക, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാവുക. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എല്ലാവർക്കും മരിക്കാൻ പേടിയാ. എനിക്കും പേടിയാ, നിങ്ങൾക്കും പേടിയാ. നമ്മളൊക്കെ പറയുമോ, മരിക്കാനൊന്നും പേടിയൊന്നും ഇല്ല ഉസ്താദ്, ചുമ്മാ അത് നാവുകൊണ്ടേ. എല്ലാവരും പറയും മരിക്കാൻ പേടിയില്ല. സത്യത്തിൽ എല്ലാവർക്കും പേടിയാ. എന്തിനാ മനുഷ്യ പേടിക്കണേ? പേടിച്ചെന്ന് പറഞ്ഞ് മരണം തിരിച്ചു പോകോ? പേടിച്ചെന്ന് പറഞ്ഞ് മരണം തിരിച്ചു പോ? നമുക്കെല്ലാവർക്കും പേടി. പണ്ടൊരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ആ മനുഷ്യനോട് പറഞ്ഞു അത്രേ, അള്ളാഹു ഒരു ഓഫർ തന്നിട്ടുണ്ട് നിനക്ക്. എന്താ ഇസ്രായീലേ? നിന്റെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂന്ന് അള്ളാഹ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോ? ആ സാധു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 40 വർഷമായിട്ട് നിന്നെ കാത്തിരിക്കുക ഞാൻ. 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ പറഞ്ഞെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. എനിക്ക് ഒന്നും ആഗ്രഹമില്ല, പിടിച്ചോണ്ട് പൊക്കോളാൻ. അതാ മനുഷ്യന്മാർ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതങ്ങനെ പറയണമെങ്കിൽ ഒരു ധൈര്യം ഉണ്ടാകണമെങ്കിൽ, അത് പറയണമെങ്കിൽ ഒരു ഈമാൻ വേണം. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്, മരണം അള്ളാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു സമ്മാന പൊതി വാങ്ങുന്നത് പോലെ മരണം വാങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനെയാ സമ്മാനം എന്നറിയോ? മരണവും മനോഹരമാക്കുന്നവരുണ്ട്. 1ാമത്തെ വിഭാഗം ആൾക്കാർ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ ആരും വേണ്ട, ഓൻ തന്നെ ഓർമ്മയോടുകൂടി പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഷഹാദത്ത് കലിമ പറയാനെന്ന് ആരും വേണ്ട വാപ്പാ, നീ ഒറ്റയ്ക്ക് അങ്ങ് പറയും. ഈ കൂട്ടത്തിൽ ഇരിക്കണ ചില വാപ്പമാര്, ചില ഉമ്മമാര്, അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവര് തന്നെ അങ്ങ് പറഞ്ഞിട്ട് മരിക്കും. 2ാമതൊരു വിഭാഗമുണ്ട്, അവർക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നത് ആരാ? റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് തന്നെ പറഞ്ഞു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2ാമത്തെ വിഭാഗത്തിന് ഷഹാദത്ത് കലിമ അസ്റായീൽ തന്നെ പറഞ്ഞു കൊടുക്കും. 3ാമത്തെ വിഭാഗത്തിന് അസ്റായീലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൊണ്ടക്കുഴിയിൽ നിന്നിങ്ങനെ റൂഹ് പിടിക്കുമ്പോൾ മുഖത്ത് നോക്കും അസ്റായീലിന്റെ നെറ്റിയിൽ, എന്നിട്ട് വായിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. 4ാമത്തെ വിഭാഗത്തിന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് പറഞ്ഞിട്ട് മരിക്കും. അള്ളാഹു ഈ 4 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്നെ നിങ്ങളെ പെടുത്തുമാറാകട്ടെ.
നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നാൽ കേട്ടിട്ടാണെങ്കിലും പറഞ്ഞാൽ മതി, എങ്ങനെയെങ്കിലും മരിക്കണം. അങ്ങനെ മരിക്കണമെങ്കിൽ 4 കാര്യം അതിനുണ്ടെന്നാ. അത് അടുത്ത വഴുതി പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാ നബിയേ, മരണസമയത്തു ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത, നാവ് പൊങ്ങാത്ത ആ നഷ്ടമാളികൾ ആരാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, മരണസമയത്ത് നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നമസ്കരിക്കാത്തവനല്ല, കാരണം അവൻ മുസ്ലിമല്ലല്ലോ. നമസ്കരിക്കാത്തവൻ മുസ്ലിമല്ലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാ അവന് കാഫിറാണെന്ന് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ല. അവൻ എങ്ങനെയാ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നതെന്നറിയുവോ? അവന് മരണസമയം അല്ലാഹുവേ ഒരു നല്ല മരണമില്ല. നാളെ പരലോകത്ത് കടന്നു വരുന്നത് പന്നിയുടെ കോലത്തിലാ. പടച്ചവനെ, ഏത് മുസ്ലിം പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ട് ഖബറടക്കിയാൽ നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതി കഴിയുമ്പോ അവന് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. പന്നിയുടെ കോലത്തില് അവൻ നാളെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു കാഴ്ച കാണുകയാ. ഒരു ഭയാനകമായ കാഴ്ച. നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ വലിയ വലിയ പാറക്കഷ്ണങ്ങൾ അതാ ചില ആൾക്കാരുടെ തലയിലേക്ക് എടുത്തിടുകയാണ്. പപ്പടം പൊടിയുന്നത് പോലെ അവന്റെ തലയങ്ങ് പൊട്ടിച്ചിതറുകയാണ്. പടച്ചവനെ, മലക്കുകൾ താഴെ വീണ കല്ലെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തല പഴയ രൂപത്തിലേക്ക് തന്നെയാവുകയാ. പിന്നെയും അവന്റെ തലയുടെ മുകളിൽ പാറയിടുകയാണ്. ഇതുപോലെ വല്ലാത്ത ക്രൂരമായ ഒരു ശിക്ഷ ഇങ്ങനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, പടച്ചുറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ ആ വിളിക്ക് ഉത്തരം നൽകാത്തവനുള്ള ശിക്ഷയാണ് നബിയേ എന്നിവിടെന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ, എന്റെ പ്രിയമുള്ളവര്, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത, നാവ് പൊങ്ങാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാ.